ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും വളരെ സ്നേഹത്തോടെ വിനയത്തോടെ പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് ഈ മാസത്തെ 16-ാമത്തെ ദിവസം, പെന്തക്കോസ്തിക്ക് ശേഷം 23-ാമത്തെ ദിവസമാണ്. ഈ വർഷത്തിലെ ജനുവരി 1 മുതൽ നോക്കുമ്പോൾ 167-ാമത്തെ ദിവസമാണ്. ഇന്ന് 538-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ചിന്താവിഷയം: മനസ്സിൽ ആശ്വാസം ലഭിക്കുന്നത് എപ്പോൾ ആണ്? മനസ്സിന് ആശ്വാസം ലഭിക്കുന്നത് എപ്പോൾ ആണ്? കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, മനസ്സിന് ആശ്വാസം ലഭിക്കുന്നത് നീതി നിർവഹിക്കപ്പെടുമ്പോഴാണ്. നീതി നിർവഹിക്കപ്പെടുമ്പോഴാണ് മനസ്സിന് ആശ്വാസം ലഭിക്കുന്നത്. ന്യായം പ്രവർത്തിക്കുന്നത് നീതിമാന് സന്തോഷവും ദുഷ്പ്രവർത്തിക്കാർക്ക് ഭയങ്കരവുമാകുന്നുവെന്ന് സദൃശവാക്യം 21:15 പറയുന്നു. ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ തിരിച്ചു കളയുകയും ചെയ്യുന്നു. മത്തായി 23:23. സഭയിലും സമൂഹത്തിലും നീതിയും ന്യായവും യാഥാർത്ഥ്യമാക്കേണ്ടതിൻ്റെ ആവശ്യം വ്യക്തമാക്കുന്ന സൂക്തങ്ങളാണ് ഇവ. നീതി യുക്തിപൂർവവും ന്യായയുക്തവുമായ പെരുമാറ്റമാണ്. നീതിയിൽ നിയമം, കടപ്പാട്, അവകാശങ്ങൾ, കർത്തവ്യങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നു. ജനങ്ങൾക്ക് അർഹമായത് ലഭിക്കുന്നതാണ് യഥാർത്ഥ ന്യായം എന്ന് പറയുന്നത്. പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും നീതിയുടെ ആദ്യ പാഠങ്ങൾ പങ്കിട്ടവരാണ്. ഏത് സ്ഥാപനത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും അടിസ്ഥാനം നീതിയും ന്യായവുമായിരിക്കണമെന്നാണ് ഇവരുടെ പ്രബോധനം. നീതിയിൽ സമാധാനവും ജനങ്ങളോടുള്ള ആത്മാർത്ഥമായ ബഹുമാനവും അന്തർലീനമാണ്. ദാനധർമ്മം, കാരുണ്യം, വിവേകം, ഔദാര്യം, അനുകമ്പ, പരോപകാരം എന്നീ സദ്ഗുണങ്ങൾ നീതിയിൽ ഉൾക്കൊള്ളുന്നു. സമകാലിക നീതി സിദ്ധാന്തങ്ങളിൽ സ്വാതന്ത്ര്യവും സമത്വവും ഉൾക്കൊള്ളുന്നു. നീതി, സമത്വം, സമാധാനം, അന്തസ്സ് എന്നിവയെല്ലാം വിശാലാർത്ഥത്തിൽ ഉൾച്ചേരുന്നു. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരെന്ന് ദൈവിക നിയമം ആണ് എന്ന് നാം ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവം നീതിമാനും നീതി നടപ്പാക്കുന്നവനുമാകുന്നു. ബൈബിളിൽ വായനകൾ നീതിയുള്ളതും മഹത്വം വിളിച്ചറിയിക്കുന്ന പ്രബോധനങ്ങളുമാണ് എന്ന് അത് അടുത്തറിഞ്ഞവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നീതിയും ന്യായവും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. യഹോവ നീതിമാൻ, അവൻ നീതിയെ പുറപ്പെടുവിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. യഹോവയായ ഞാൻ ന്യായം ഇഷ്ടപ്പെടുന്നുവെന്ന് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നുണ്ട്. യഹോവ കൃപയും നീതിയും ഉള്ളവൻ തന്നെയെന്ന് എഗെയിൻ സങ്കീർത്തനക്കാരൻ പറയുന്നു. ഇങ്ങനെ എത്രയോ വാക്യങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ നീതി നിർവഹണത്തിൻ്റെ വിവരണങ്ങൾ അവതരിപ്പിക്കുന്നു. നീതി നിർവഹണത്തിൽ ദയയും വിശ്വസ്തയും പരസ്പര പൂരകമാണ്. ബൈബിളിൽ നീതിയെന്നും ന്യായമെന്നും ഒരേ അർത്ഥത്തിൽ പറയുന്നു. ദൈവത്തെ നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല എന്നാണ് പൗലോസ് വ്യാഖ്യാനിക്കുന്നത്. റോമർ 2:11. ദൈവം ദുഷ്ടതയോ സർവശക്തൻ നീതികേടോ ഒരിക്കലും ചെയ്യുകയില്ല എന്ന് യോബ് സാക്ഷിക്കുന്നു. പരിജ്ഞാനം, നീതി, ന്യായം, നേർവഴി എന്നിവയ്ക്കായി പ്രബോധനം നൽകണമെന്ന് ശലോമോനും തൻ്റെ സദൃശവാക്യത്തിൽ വ്യക്തമാക്കുന്നു. നീതിക്കും ന്യായത്തിനുമായി ശബ്ദിക്കുന്നത് ബലിയർപ്പണത്തേക്കാൾ സ്വീകാര്യമായിരിക്കുമെന്ന് നമുക്ക് അറിയാം. ലോകം അനീതിയിലേക്കും അധാർമികതയിലേക്കും നീങ്ങുമ്പോൾ നീതി നിർവഹണത്തിനായി സഭകൾ ദൈവത്തിലേക്ക് തിരിയണം. തിരസ്കൃതർക്കും അരികിവൽക്കരിക്കപ്പെട്ടവർക്കും നീതി പകരുന്ന ഉത്തരവാദിത്വം മറക്കരുത്. ആധിപത്യത്തിൻ്റെയും കീഴ്പ്പെടലിൻ്റെയും പ്രത്യയശാസ്ത്രം ശക്തിപ്പെടുന്ന സഭയും സമൂഹവും നീതി നിഷേധിക്കുന്ന സമീപനത്തിൻ്റെ കാഹളം മുഴക്കുന്നവരാകും. ആഗോളവൽക്കരണ മൂല്യങ്ങളും സാമൂഹിക മാധ്യമ സംസ്കാരങ്ങളും നീതി നിഷേധ സമീപനങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. നീതി നിഷേധിക്കപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ, ലൈംഗിക പ്രവർത്തകർ, ചുങ്കക്കാർ, സ്ത്രീകൾ, വിധവകൾ, രോഗികൾ, ഭിന്നശേഷിക്കാർ, കുട്ടികൾ എന്നിവർക്ക് നീതിയും ആർദ്ര സ്നേഹവും പകർന്ന ക്രിസ്തു സമീപനം
സഭകളിൽ അന്യമാകുന്നില്ലേ? ദൈവ നിയമം പാലിക്കുന്നവർക്ക്, കൽപ്പനകൾ ആചരിക്കുന്നവർക്ക് ദൈവനീതി തലമുറയോളം ലഭിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ദൈവത്തിങ്കലേക്ക് അടുത്തു ചെല്ലുമ്പോൾ ഭക്തിയും ആത്മതപനവും ഉണ്ടാകുന്നതോടൊപ്പം നീതിബോധവും വർദ്ധിക്കും എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്തു പ്രബോധനങ്ങളിൽ ശക്തമായി നിലനിൽക്കുന്ന ആശയമാണ് സ്നേഹം, നീതി, കരുണ എന്നിവ. നിരവധി ഉപമകളും പ്രബോധനങ്ങളും ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 23-ൽ ക്രിസ്തു പറയുന്നു, ന്യായം, കരുണ, വിശ്വസത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ധരിച്ചു കളയുന്നു. ബൈബിളിൽ ക്രിസ്തീയ മൂല്യങ്ങൾക്കായി പറഞ്ഞിരിക്കുന്ന പലതും പ്രായോഗിക ജീവിതത്തിൽ പ്രസക്തമാകുന്ന സമീപനം തിരുത്തപ്പെടണം. നീതി വസിക്കുന്ന ലോകത്തിനായി ശ്രദ്ധാപൂർവം പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുവാൻ കഴിയണം. പഴയ നിയമത്തിൽ പെൺകുട്ടികൾ നീതിപൂർവം പൊതുസ്വത്തവകാശം നൽകുന്ന സ്വഭാവം സംഖ്യാപുസ്തകം 27:1-8 വരെയുള്ള ഭാഗം നമുക്ക് വായിച്ചു കഴിയുമ്പോൾ അത് വളരെ ശ്രദ്ധേയമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. സെലോഫാഹാദിന്റെ മരണശേഷം പുത്രിമാർക്ക് പിതൃസ്വത്തിന്റെ അവകാശം കൊടുക്കണമെന്ന ചട്ടം നടപ്പായി. നീതി നിർവഹിക്കപ്പെടുന്നു. പിതൃസ്വത്തിൽ പെൺകുട്ടികൾക്ക് സ്വത്തവകാശം ലഭിക്കുന്ന പുതിയ നിയമം യാഥാർത്ഥ്യമാക്കി. ദൈവം നീതി നിർവഹിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവർക്കും നീതി നിഷേധിച്ചവർക്കും ചൂഷണത്തിന് വിധേയമായവർക്കും പക്ഷം ചേരുവാനും അവരുടെ അവകാശങ്ങൾക്കായി പോരാടുവാനും സഭയ്ക്കും സംഘടനയ്ക്കും ഉത്തരവാദിത്വം ഉണ്ട്. നീതി നടപ്പാക്കുന്നതിന് സഭ ഭേദമന്യേ എല്ലാവരും ഐക്യപ്പെടണം. അതായത് നീതി നടപ്പാക്കുന്നതിന് സഭാഭേദമന്യേ ഏവരും ഐക്യപ്പെടണം. ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നീതിബോധമുണ്ടാകും. ക്രിസ്തുവിൽ അനുരഞ്ജനവും സൗഖ്യവും നീതിബോധവും സ്നേഹസ്പർശവും കാരുണ്യകർമ്മവും വളർത്തിയെടുക്കുവാൻ കഴിയണം. നേരോടെ ന്യായം പാലിക്കുകയും സഹോദരങ്ങളോട് ദയയും കരുണയും കാണിക്കണമെന്ന് സാരം സക്കറിയ ദീർഘദർശി പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. നീതി പുലർത്തുന്ന ദൈവരാജ്യം ഭൂമിയിൽ യാഥാർത്ഥ്യമാക്കുന്നതിനായി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം മനസ്സിലാക്കേണ്ടത്, മനസ്സിൽ ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോൾ ആണ് നമുക്ക് അതിന് അവസരമുണ്ടാകുക? അതായത് മനസ്സിൽ ആശ്വാസം ലഭിക്കുന്നത് എപ്പോഴാണ് എന്ന് നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ, നീതി നിർവഹിക്കപ്പെടുമ്പോൾ ആണ് മനസ്സിന് ആശ്വാസം ലഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഓരോ ഭരണകർത്താക്കളും ദൈവഭയമുള്ളവരും ദയാലുക്കളും ആണെങ്കിൽ മാത്രമേ അത് പ്രാവർത്തികമാകുകയുള്ളൂ. അങ്ങനെ പ്രാവർത്തികമാകുന്ന സ്ഥലത്ത് നമുക്ക് സമാധാനവും ശാന്തിയും ഉണ്ടാകും. ആ സമാധാനവും ശാന്തിയും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ദൈവത്തോട് ഇടപെടാതെ പ്രാർത്ഥിക്കാം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാം, സന്തോഷിക്കാം. അങ്ങനെ ഒരു വ്യക്തിക്ക് സന്തോഷിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ സ്നേഹവും സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തയും സൗമ്യതയും ഇന്ദ്രിയജയവും ഉണ്ടാകണം. ആത്മാവിൻ്റെ ഫലം നമ്മൾ ഓരോരുത്തരിലും എപ്പോൾ നിറയുന്നുവോ അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരും. അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇനിയും ഇങ്ങനെയുള്ള വചനങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അഗൈൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.